Children, so today we are going to learn about rearranging atoms. So in rearranging atoms, we are learning about what happens in a chemical reaction. So we know that in a chemical reaction, atoms form new combinations. That is, atoms that are on their own may join together with other atoms, and atoms that are bonded with other atoms may separate, forming new combination with the other atoms. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ചില ആറ്റംസ് പുതിയ ആറ്റംസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ കോമ്പൗണ്ട് ഫോം ചെയ്യും, അല്ലെങ്കിൽ ഓൾറെഡി കോമ്പൗണ്ട് ആയിരുന്ന ചില ആറ്റംസ് ബ്രേക്ക് ആയിട്ട് വേറെ ആറ്റംസിന്റെ കൂടെ ജോയിൻ ചെയ്യും. So here there is a rearrangement of atoms. Okay, so in reaction between iron and sulfur, the iron and sulfur atoms were just at the start of the reaction and are still at the end. They have just rearranged themselves. അല്ലെ, ഇവിടെ അയണും സൾഫറും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അയൺ സൾഫൈഡ് ഉണ്ടാവുന്നുണ്ട്. അതായത് സ്റ്റാർട്ടിങ്ങിലും എന്തെങ്കിലും അയണും സൾഫറും ഉണ്ട്, പക്ഷെ ഇവിടെ ഇൻഡിവിജ്വൽ എലമെന്റ്സ് ആയി എക്സിസ്റ്റ് ചെയ്തത് കെമിക്കലി ബോണ്ടഡ് ആയി അയൺ സൾഫൈഡ് ആയി മാറി. അയൺ സൾഫൈഡ് ആയി മാറിയാലും ആ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ടിൽ വി ക്യാൻ സി അയൺ ആസ് വെൽ ആസ് sulfur. So here in this chemical reaction, no atoms are lost, no new atoms are produced. അല്ലേ, ഇവിടെ അയണും സൾഫറും കമ്പൈൻ ചെയ്ത് അയൺ സൾഫൈഡ് ഉണ്ടാകുമ്പോൾ അയണോ സൾഫറോ ഏതെങ്കിലും ഒരു ആറ്റം ലോസ്റ്റ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ ആറ്റംസ് പ്രൊഡ്യൂസ് ആവുന്നുണ്ടോ? ഇല്ല. ജസ്റ്റ് atoms are rearranged and forming new combinations. Okay, so this statement is very important. In a chemical reaction, no new atoms are formed or no atoms are lost. Okay, so when you look at any of the equations for the reaction in the topic, you can see that elements that are present in the reactants are also present in the products. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ റിയാക്ടന്റ് സൈഡിലുള്ള അതേ എലമെന്റ്സ് തന്നെയാണ് നമുക്ക് പ്രൊഡക്റ്റ് സൈഡിൽ വരുന്നത്. വേണമെങ്കിൽ അതിന്റെ അറേഞ്ച്മെന്റിലുള്ള ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. So when you look at the equations of the reaction in the topic, we can see that elements that are present in the reactants are also present in the products. So here is the equation for the reaction between magnesium and hydrochloric acid. That is, here you can see magnesium and here hydrochloric acid. So magnesium plus hydrochloric acid, നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു metal plus acid gives salt plus hydrogen അല്ലേ. So here this magnesium will replace this hydrogen and magnesium chloride will be formed. So കണ്ടോ, magnesium chlorine കൂടെ, അതായത് ഇവിടെ magnesium hydrogen മാറ്റിയിട്ട് ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്യാണ്. സോ ഇറ്റ് ഇസ് റീഅറേഞ്ചിങ്, അല്ലാതെ ഒരു പുതിയ ആറ്റം ഒന്നും ഫോം ആവുന്നില്ല. ദേ ആർ ന്യൂ കോമ്പിനേഷൻസ് ആണ് അവിടെ ഫോം ആവുന്നത്. സോ മെഗ്നീഷ്യം ക്ലോറൈഡ് ഇസ് ഫോംഡ് ആൻഡ് ഹൈഡ്രജൻ ഇസ് റീപ്ലേസ്. സോ ഇവിടെ എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടോ, ഇവിടെ എന്തൊക്കെ എലമെന്റ്സ് ഉണ്ട്? മെഗ്നീഷ്യം, ഹൈഡ്രജൻ, ക്ലോറിൻ. അത് തന്നെയാണ് നമുക്ക് പ്രോഡക്ട്സിൽ ഉള്ളത്, മെഗ്നീഷ്യം, ക്ലോറിൻ, ഹൈഡ്രജൻ. ബട്ട് അത് അറേഞ്ച്മെന്റ്, ഇവിടെ മെഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിൽ ഇവിടെ മെഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും ആണ്. സോ അതിന്റെ അറേഞ്ച്മെന്റിൽ മാത്രമാണ് വ്യത്യാസം. So the magnesium metal is a reactant. The magnesium is still present in the products as a part of the compound as magnesium chloride. The element hydrogen is present in the reactant as a part of the compound in hydrochloric acid. In the product it is present as hydrogen gas. അല്ലെ, ഇവിടെ ഇൻഡിവിജ്വൽ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്ത മെഗ്നീഷ്യം ഇവിടെ ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറി, ഇവിടെ കോമ്പൗണ്ടിൽ നിന്ന് ഹൈഡ്രജൻ ഇവിടെ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ് ആയി മാറി. Okay, so this is an important idea, that is no element has present in the reactant disappears from products. No new element appears in the product. അല്ലേ, no elements that is present in the reactant disappears. അതായത് റിയാക്ടന്റിലുള്ള ഒരു എലമെന്റും പ്രൊഡക്റ്റ് എത്തുമ്പോൾ ഡിസപ്പിയർ ആവില്ല. അത് മാത്രമല്ല പുതിയതായിട്ട് ഒരു എലമെന്റും പ്രൊഡക്റ്റിൽ അപ്പിയറും ആവില്ല. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ആറ്റമിന്റെ കാര്യത്തിൽ, ആറ്റമിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറീസ് പറയുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്ന ഒരു ലോ പഠിക്കാം. സോ ആറ്റംസ് ഹാവ് മാസ് അല്ലെ, അതായത് ഇപ്പോൾ നമ്മളുടെ ബോഡി എന്തെടുത്താലും, ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ് എന്തെടുത്താലും ഇറ്റ്സ് ബേസിക് യൂണിറ്റ് ഇസ് വാട്ട് ആറ്റംസ്. സോ നമുക്കറിയാം എല്ലാ മാറ്ററിനും എന്തുണ്ട്? മാസ് ഉണ്ട് അല്ലെ. സോ മാസ് ഇസ് വാട്ട് എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ആൻ ഒബ്ജക്റ്റ്. സോ
അപ്പോൾ നമുക്കൊരു ആറ്റം എടുക്കുകയാണെങ്കിലും അതിനും എന്തുണ്ട്, മാസ് ഉണ്ട്. സോ ഇഫ് നോ ആറ്റംസ് ആർ ഗെയിൻഡ് ഓർ ലോസ്റ്റ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ അല്ലേ, ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചു ഇവിടെ ഒരു റിയാക്ടൻ സൈഡിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ റിയാക്ടൻ സൈഡിലുള്ള അതേ എലിമെന്റ്സ് തന്നെയാണ് പ്രോഡക്റ്റ് സൈഡിലുള്ളത്, പക്ഷെ അതിന്റെ അറേഞ്ച്മെന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ എത്ര നമ്പർ ഉണ്ടോ അത്രയും നമ്പർ തന്നെയായിരിക്കും പ്രോഡക്റ്റ് സൈഡിൽ ഉണ്ടാവുക. സോ അപ്പോൾ മാസിന് അവിടെ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുമോ? There will be no change. Okay, so here if no atoms, അതായത് we have studied that there will be in that particular reaction, in a chemical reaction, no new atoms are produced or no new atoms are being disappeared. So here no atoms are gained or lost during a chemical reaction. Then no mass is gained or lost either. അല്ലെ, പുതിയൊരു ആറ്റം പ്രൊഡ്യൂസും ആവുന്നില്ല, പുതിയ ഉണ്ടായിരുന്ന ആറ്റം ഡിസപ്പിയറും ആവുന്നില്ല. അതുകൊണ്ട് തന്നെ മാസിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു മാറ്റവും ഇല്ല എന്ന് പറയാനായിട്ട് പറ്റും. So Brad, Rafila, Tian carry out the reaction between calcium carbonate and hydrochloric acid. So നമുക്കറിയാം metal carbonate plus hydrochloric acid gives what? Salt plus water plus carbon dioxide. So it will be producing calcium chloride plus carbon dioxide plus water. So they place some calcium carbonate in the flask and add hydrochloric acid and place a stopper in the top of the flask. They place the flask on the top and balance. അതായത് mass measure ചെയ്യാനായിട്ട്. They each have different ideas about what will happen to the mass of the flask as the reaction takes place. So I think the mass will decrease because one of the product is gas and gas are very light. അപ്പോൾ ഇതാണ് റഫേലയുടെ assumption. ഇനി ടിയാനിങ്ങിന്റെ assumption, I think the mass will increase because there are 2 reactants and 3 products, so there are more products. ബ്രാഡിന്റെ ഇതെന്ന് വെച്ചാൽ I think the mass will stay the same because there is a stopper in the top, so no atoms can enter or leave the flask. ഇതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് പ്ലസ് ഹൈഡ്രോക്ലോറിക്, 1 minute, I will write here calcium carbonate plus hydrochloric acid gives calcium chloride plus water, അതായത് H2O അല്ലേ, water plus carbon dioxide ആണ്. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും, ഇത് നമ്മൾ ശരിക്കും കെമിക്കൽ ഫോർമുലയായിട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ ക്ലിയർ ആവും. കെമിക്കൽ ഇക്വേഷൻ ആയിട്ട് CaCO3, കാൽഷ്യം കാർബണേറ്റിന്റെ കെമിക്കൽ സിമ്പൽ CaCO3 പ്ലസ് HCl gives CaCl2 plus H2O plus CO2. Okay, so this is the chemical equation for the reaction between calcium carbonate plus hydrochloric acid with calcium chloride plus water plus CO2. ഈ chemical equation ഒക്കെ എങ്ങനെ എഴുതാന്നുള്ളത് നിങ്ങൾ ഹയർ ക്ലാസ്സസിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു വേർഡ് ഇക്വേഷൻ നോക്കുന്ന സമയത്ത് ഇവിടെയും കാൽഷ്യം ഉണ്ട്, ഇവിടെയും കാൽഷ്യം ഉണ്ട്. ഇവിടെ നമ്പർ ഓഫ് കാൽഷ്യം ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. അതിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല. ആൻഡ് ഹിയർ കാർബൺ ഉണ്ട്, ഇവിടെയും കാർബൺ ഉണ്ട്. ആൻഡ് സോ നമ്പർ ഓഫ് കാർബൺസും സെയിം തന്നെയാണ്. ഇവിടെ ഓക്സിജൻ ഉണ്ട്, ഇവിടെയും നമുക്ക് ഓക്സിജൻ കാണാനായിട്ട് പറ്റും. ഇവിടെ 3 ഓക്സിജൻ ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിലും 1 2 3 3 ഓക്സിജൻ ഉണ്ട്. ഇനി ഇവിടെയും ഹൈഡ്രജൻ ഉണ്ട്, 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും 2 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെയും ക്ലോറിൻ ഉണ്ട്, 2 ക്ലോറിൻ ഉണ്ട്, ഇവിടെയും 2 ക്ലോറിൻ ഉണ്ട്. So number of atoms in the reactant side is equal to number of atoms in the product side. So the mass is remaining what? Same. Mass will not change. Okay, so അതായത് നമ്പർ ഓഫ് ആറ്റംസ് ഒന്നും പുതിയതായിട്ട് ഗെയിനും ആവുന്നില്ല, അതേപോലെ തന്നെ ഒന്നും ഡിസപ്പിയറും ആവുന്നില്ല. സോ ഇറ്റ് വിൽ സ്റ്റേ സെയിം. ഓക്കെ, so when
the 3 students carry out the reaction, they find the mass has not changed and ഒരു ചാൻസ് ഉള്ളത് നമ്മൾ സ്റ്റോപ്പർ വെച്ചില്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഡിസപ്പിയർ ആയിട്ട് അങ്ങനെ മാസ് ഡിക്രീസ് വരാനേ ചാൻസ് ഉള്ളൂ. അല്ലാതെ പ്രോഡക്ട്സിൽ ഒരിക്കലും റിയാക്ടന്റ് പ്രോഡക്ട്സ് ആവുമ്പോൾ മാസിന് ഒരു മാറ്റവും വരില്ല. ബിക്കോസ് ഈ ആറ്റംസ് ഒന്നും ലോസ് ആവില്ല. അത് ജസ്റ്റ് എന്താ റീഅറേഞ്ച് ചെയ്തിട്ട് പുതിയ ഫോമിലോട്ട് മാറുകയുള്ളൂ. അപ്പോൾ അതിന്റെ ഇനിയൊരു ആറ്റമായിട്ട് കമ്പൈൻ ചെയ്യുന്നേ ഉള്ളൂ. അതിലുള്ള ഓൾറെഡി ഉള്ള ആറ്റമായിട്ട്. അപ്പോൾ മാസ് എന്താ മാസ് ഒരിക്കലും മാറില്ല. So in a chemical reaction, അതായത് ഇവിടെ ഞാൻ പറഞ്ഞു the Bragg ideas were correct and so was his reason. In a chemical reaction, the elements you begin the reaction with are the ones you end the reaction with. Nothing is added or taken away. അല്ലെ, ഒന്നും ആഡ് ചെയ്തിട്ടുമില്ല, ഒന്നും എടുത്തിട്ടുമില്ല. The mass you begin with, it's the mass you end with. And this important idea is called conservation of mass. And this is conservation of mass. The mass of the reactants is equal to mass of the products. Mass of the reactants is equal to mass of products. Why? Because the atoms in the reactant side is same as the atom in the product side. Adinte arrangement il maatrana vyathyasam. So there will be no change in the mass. So the mass of the reactants will be equal to mass of the products. Okay. So when a chemical reaction takes place, no new atoms or elements are formed or lost. The total mass of the reactants equal total mass of the products. So this is the conservation of mass. So if you are asking to write about conservation of mass, what you have to write, the total mass of the reactants is equal to the total mass of the product. Okay. So ഇവിടെ നമുക്കൊരു question ഉണ്ട്. Chunia reacts 37 gram of magnesium with 150 gram of sulfuric acid. What will be the product of the total mass of this products of the reaction? അപ്പോൾ ഇവിടെ റിയാക്ടൻസിന്റെ മാസ് എത്രയാ? 37 and 150. സോ സൾഫ്യൂരിക് ആസിഡുമായിട്ട് അപ്പോൾ പ്രോഡക്ട്സിന്റെ എത്ര തന്നെയായിരിക്കും? ഇറ്റ്സ് ഈസി അല്ലേ? ഈ മാസ് ഓഫ് ദ റിയാക്ടൻസ് പ്ലസ് ചെയ്താൽ മതി. 37 plus 150 7, 5 plus 3 8, 187. ഇത്രേ ഉള്ളൂ. അതായത് മെഗ്നീഷ്യം സൾഫ്യൂരിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പം എന്തായിരിക്കും പ്രോഡക്റ്റിന്റെ മാസ് എന്നാണ്. സോ നമ്മൾ പഠിച്ചു മാസ് ഓഫ് ദ റിയാക്ടന്റ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദ പ്രോഡക്റ്റ്. സോ മാസ് ഓഫ് ദ റിയാക്ടന്റ് 37 plus 150 187 gram. സോ ഇത് തന്നെയായിരിക്കും ആൻസർ. മനസ്സിലായോ? അതേപോലെ ഇഫ് ഷി സ്റ്റാർട്ട്സ് വിത്ത് 10 gram of magnesium, how much magnesium will be present in the magnesium sulfide? അതുപോലെ തന്നെയാണ് ഇവിടെ മെഗ്നീഷ്യം എന്താണോ റിയാക്ടന്റ് സൈഡ് മാസ് ഉള്ളത് അത് തന്നെയായിരിക്കും അതിന്റെ പ്രോഡക്റ്റ് സൈഡ് മാസ് ഉണ്ടാവുക. സോ ഹിയർ ദ ആൻസർ വിൽ ബി 10 gram. മനസ്സിലായോ? ദാറ്റ് ഈസ് ദ മാസ് ഓഫ് ദി റിയാക്ടന്റ് വിൽ ബി ഈക്വൽ ടു mass of the product. Because ഇവിടെ number of magnesium change ആവുന്നുണ്ടോ? ഇല്ല, number of magnesium change ആവില്ല. എത്ര number of atoms in the reactant side will be equal to the number of atoms in the product side. Okay, I hope this session is clear for you. Okay, thank you children.